ചെറുക്കനെങ്ങാനും +2 തോറ്റു കഴിഞ്ഞ ഞാൻ ഈ പെണ്ണുങ്ങളുടെ പോത്ത് ഞാൻ എങ്ങനെ നോക്കും? ചെറുക്കോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കേട്ടോ നീ. പള്ളിയുറക്കം കഴിഞ്ഞാ നിന്റെ? അതിലാരുറങ്ങിയെന്ന് അമ്മ പറയുന്നത്? ഇന്ന് +2 റിസൾട്ട് വരെയാണ്. ആരെങ്കിലും കിടന്ന ഉറക്കം വരൂ? ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചാണ്, അറിയാമോ? പരീക്ഷയുടെ തലേന്നുറക്കം, പരീക്ഷയുടെ ഹാളിൽ ഇരുന്നുറക്കം. ഇങ്ങനെ ഇരുന്നുറങ്ങിയ റിസൾട്ട് വരുമ്പോ മാത്രം എന്തുവാണ് ഇത്ര ഉറക്കം നിനക്ക്? എനിക്ക് ടെൻഷൻ അടിക്കണം, എനിക്ക് ടെൻഷൻ അടിക്കും. ഞാൻ തോറ്റു പോകുന്ന പേടി അമ്മ. അയ്യോ ഭയങ്കര പേടി. ഇന്ന് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അന്ന് പേടിക്കണമായിരുന്നു. പുട്ടുണ്ടാക്കി വെച്ചിട്ട് എടുത്ത് കഴിക്കും. പുട്ടൊന്നും എനിക്ക് വേണ്ട. വല്ല ദോശ വല്ല ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്ക് ആകെ വേണം പുട്ട്. പുട്ട് വേണ്ടാന്ന്. നമ്മുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? കപ്പ പുഴുങ്ങിയത്, പയറ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, ഇങ്ങനെയൊക്കെ കഴിച്ചോണ്ടാണ് ഈ ചേമ്പ് തടത്തിലെ ലീലാവതി ജീവിച്ചിരുന്നത്, അറിയാമോ നിനക്ക്? എന്നിട്ട് അപ്പൊ റോഡേ പോകുമ്പോ ആൾക്കാർ പറയണോ ചേമ്പ് നിറമെന്നല്ല പറയുന്നത്, കമ്പക്കെട്ട് കുടുംബം പോണെന്നാണ് പറയുന്നത്. എന്റെ കുടുംബത്തെ പറ്റി നീ പറയാറായിട്ടില്ല, എന്റെ മോനെ നീ പറയാറായിട്ടില്ല. നീ ഇന്ന് +2 നീ ജയിച്ച് കാണിക്കുക. നിനക്ക് ഞാൻ നല്ല ഒന്നാന്തരം ഒരു സദ്യ ഒരുങ്ങി തരാം. ഞാൻ സദ്യ ഒരുക്കുന്നതാണ് അമ്മയുടെ വിഷയം. ഇപ്പൊ എനിക്ക് പ്രായം 17, 21 വയസ്സാകുമ്പോ കല്യാണ പ്രായമായി. വിളിച്ച എല്ലാവർക്കും നാട്ടുകാർക്ക് ഒരു സദ്യ കൊടുത്താൽ കല്യാണം കഴിച്ചാൽ മക്കളെ ആദ്യം ഒരു ഷോർട്ട് ഫിലിം പിടിച്ച് കാണിക്കും. എന്നിട്ട് നീ 100 കോടി പടത്തിന്റെ ക്ലബിൽ കയറാനായിട്ട് നോക്കും. അപ്പൊ കെട്ടാനായിട്ട് നടക്കുന്ന